അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. ഞാൻ ഇന്നീ പത്രസമ്മേളനം നടത്തിയത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ വൻതോതിൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിരളി പൂണ്ടിട്ടായിരിക്കണം എന്നെ തേജോവധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്നവർക്കറിയാം. പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ്. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യാതൊരു ധാർമ്മികതയുമില്ലാത്ത പെരുമാറ്റമാണ് UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പോൾ അതിൽ UDFലെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല. കാരണം അതിനകത്തും ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരും പ്രതികരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് തുടക്കത്തിൽ. ഇതിൽ എൻ്റെ വടകര KL18 എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ളൊരു ചിത്രം, ഒരു പൊർണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു. കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത്. അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ, ഞാനന്ന് കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചതൊരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട്. വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത്. ആരും ഭയപ്പെടേണ്ട, ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഭയന്നിട്ടാവാം, അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം, കുടുംബ പേജുകളിൽ, ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു. അത് ഏശിയില്ല. കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നുമായിട്ട് പുലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ പുതിയ ചില കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പാനൂർ നടന്ന ബോംബ് സ്ഫോടനം. അത് ഞങ്ങൾ പറഞ്ഞു അതൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. അതിൽ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല. പങ്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ, അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മറ്റുള്ളൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണയോടൊപ്പം ശൈലജ ടീച്ചർ. അപ്പോഴാണ് എന്നെ കൊട്ടിയത്ത് നിന്ന് നൗഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത്. നൗഫൽ പറഞ്ഞു, ടീച്ചർ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. അത് വ്യാപകമായി അമൽ കൃഷ്ണയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ നോക്കുമ്പോൾ അതേ നൗഫൽ കുട്ടിയാണ്, അത് അമൽ കൃഷ്ണയാണെന്നും പറഞ്ഞ് വ്യാപകമായി. ഇതിപ്പം എല്ലാവർക്കൊന്നും നൗഫൽ കൊട്ടിയതിനും അമൽ കൃഷ്ണേനൊന്നും അറിയില്ലല്ലോ. 10 പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു. നൗഫൽ തന്നെ അതിനെതിരായിട്ട് പരാതി കൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊരു ഫോട്ടോ കുറച്ച് നാൾ പ്രചരിപ്പിച്ചു. പിന്നീട് ഞാൻ നടത്തിയ ഒരു സെമിനാറിലെ പ്രസംഗം, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അത് തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനതിൽ പ്രവാചകനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചും പറയാറുണ്ട്. പ്രവാചകനും യേശുക്രിസ്തുവും ഒക്കെ അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവരാണ്. ഇരുളാണ്ട സമൂഹത്തിൽ വെളിച്ചം പകർത്തിയവരാണ്. പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാചകമാണ് ഉപയോഗിച്ചത്. 6-ാം നൂറ്റാണ്ടിൽ
ഇരുളാണ്ട് കിടന്ന അജ്ഞത നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തയാളാണ് മുഹമ്മദ് നബി. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, സ്ത്രീകളെയൊക്കെ വല്ലാതെ ഇകഴ്ത്തിയിരുന്ന അറിവില്ലാതിരുന്ന സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത്, ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ്. ഇതിലെന്താ തെറ്റ്? അതിലൊരു വാചകം പറഞ്ഞിരുന്നു, അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലർ സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുമായിരുന്നു. അതിനെയാണ് പ്രവാചകൻ ഖണ്ഡിച്ചത്. അപ്പോൾ പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശൈലജ ടീച്ചർ. അപ്പോൾ അത് കേട്ടാൽ ഞാനെന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരണം. അത് പൊളിഞ്ഞു. അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പ്രസംഗം കൊടുത്തപ്പോൾ, അല്ല എൻ്റെ സെമിനാറിലെ പ്രസംഗങ്ങൾ എടുത്ത് കൊടുത്തപ്പോൾ ആളുകൾക്കത് മനസ്സിലായി. പക്ഷേ കുറേ പേരെങ്കിലും ഇത് കണ്ടിട്ട് വിശ്വസിച്ചാൽ ആയി എന്ന മട്ടിൽ വേറെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൽ അവർക്ക് പറയാൻ കൊടുത്തിരിക്കുകയാണ്. അതുപോലെയാണ് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കൊക്കെ എതിരായി നടത്തുന്ന പ്രവർത്തനം അത് ശരിയല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇന്ത്യൻ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തുന്നതോ ശരിയല്ല. ഒരേ അവകാശമാണ്. ഇന്ത്യൻ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിമാണ്, ഇന്ത്യയിലെ ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർക്ക് തുല്യാവകാശമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആകെ വർഗീയവാദികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ശ്രമവും ഉചിതമല്ല. മുസ്ലിം എന്ന പേര് കേട്ടാൽ ഉടനെ വർഗീയവാദികളാ എന്ന് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ മാർക്ക് കളഞ്ഞിട്ട് വർഗീയവാദികളാ എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് അപ്പോൾ അരുൺകുമാർ തന്നെ അതിൽ റിപ്പോർട്ടർ ചാനൽ അവരൊരു ധാർമ്മികമായിട്ടുള്ളൊരു കാര്യം നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത്, നേരെ എതിരാണ് ഈ കൊടുത്തത്. ടീച്ചർ പറഞ്ഞത് ഇന്നതാണ്, കേൾക്കൂ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. മാത്രമല്ല ഡൽഹിയിലെ സമരത്തിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം ഞാൻ കോട്ട് ചെയ്തിരുന്നു. ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയത് തന്നെ, ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ മുസ്ലിം ബട്ട് ഐ ആം നോട്ട് എ പാകിസ്ഥാനി, ഐ ആം എൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കൊക്കെ അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങളെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നടപ്പില്ല, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതിനെ അത് ഞാൻ പ്രസംഗിച്ചതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു വാചകം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തു. കുറേ ദിവസം അതോടി. പക്ഷേ ഇത് തിരുത്തൽ റിപ്പോർട്ടർ ചാനലിലും എൻ്റെ പേജിലും എല്ലാം കൊടുത്തപ്പോൾ അത് മുങ്ങി. അതിനകത്തൊന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ പുതിയത് മെനഞ്ഞെടുക്കുകയാണ്. ഇന്ന് കണ്ട ഒരു അത്ഭുതം, ഇന്നലെയും ആയിട്ട് കണ്ട ഒരു അത്ഭുതം, വളരെ പരമാദരണീയനായിട്ടുള്ള ആത്മീയ നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അനുയായികൾ അനവധിയുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ ലീഗും ഒന്നും ഭേദമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കാന്തപുരം AP കാന്തപുരം ഉസ്താദിൻ്റെ ചിത്രം വെച്ചിട്ട് എഴുതിയിരിക്കുന്നു, ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ നോക്കുമ്പോൾ ലെറ്റർ പാഡാണ്. ലെറ്റർ കേട്ടിൽ ഒരിക്കലും അങ്ങനെ AP അബൂബക്കർ മുസ്ലിയാറൊന്നും ഒരിക്കലും ചെയ്യില്ല. അവരൊന്നും അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമൊന്നും പറയാറില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം എന്തായാലും ചെയ്യൂല. അപ്പോൾ ഞാൻ അവിടുത്തെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഇങ്ങനെയൊന്നും ഉണ്ട്. അപ്പോൾ അവരത് നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ കർശനമായിട്ട് ഇതിനെ നിയമ നടപടികൾ സ്വീകരിക്കും. അവർ അപ്പം തന്നെ ഒരു കുറിപ്പ് കൊടുത്തു, ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അതൊന്നും ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു കുറിപ്പ് കൊടുത്തു. എത്ര ചീപ്പായിട്ടുള്ളൊരു പ്രവർത്തനം നിങ്ങൾ നോക്കൂ. ഒരു ആത്മീയ നേതാവിൻ്റെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് അദ്ദേഹം ആരെ കൊണ്ടെങ്കിലും അങ്ങനെ പറയുമോ, പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇവരോട് പറയട്ടെ, ഇങ്ങനെ നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെന്നല്ലാതെ എനിക്കൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വിശ്വാസികൾ അല്ലേ കൂട്ടത്തിലുള്ളത്, അവർക്ക് മനസ്സിലാവില്ല ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാതകമാണ് ഇവർ ചെയ്തതെന്നുള്ളത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരറിയണം എന്തൊക്കെ വ്യാജ കഥകളാണ് ഉണ്ടാക്കുന്നത് എന്നത്. ഇന്ന് നമ്മുടെ മാതൃഭൂമി ഓൺലൈൻ, ഞാൻ മാതൃഭൂമിക്കാരോട് ചോദിച്ചു, അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ പേജിൽ അങ്ങനെ കൊടുക്കുകയില്ല. ലവ് ജിഹാദ് ഉണ്ട് ശൈലജ ടീച്ചർ. ഞാൻ ഒരിടത്തും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു നേരത്തെ ബർക്കാദത്തിൻ്റെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ 33,000 ആളുകളെ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോയി IS ചേർത്തുന്നു,
ലവ് ജിഹാദിൻ്റെ ഭാഗമായി കൊണ്ടുപോയെന്ന് പറയുന്നു. ഈ 33,000 ആൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കേരളം അറിയാതിരിക്കുമോ? അപ്പോൾ അതിൽ പങ്കെടുത്തൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു, ഇവിടം വിട്ട് പോയിട്ടുള്ളത് 3 പേരാണ്, അവർ തന്നെ IS ചേരാനാണോ എന്നുള്ളത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. 3 പേരെങ്ങനെ 33,000 ആയി? അവസാനം രാഹുൽ ഈശ്വറിന് സമ്മതിക്കേണ്ടി വന്നു. അത് തെറ്റായ നമ്പറാണ്. ഇതാണ് ഫേക്ക് ന്യൂസിൻ്റെ ആപത്ത്. ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു വിഭ്രാന്തി എത്രയായിരിക്കും? അപ്പോൾ ഞാനങ്ങനെ പറയുകയല്ല, അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അത് അങ്ങനെ എതിർത്ത് അതെല്ലാം വാർത്ത വന്നപ്പോൾ എന്തോ മതന്യൂനപക്ഷ വിഭാഗത്തിൽ എന്നോടൊരു എന്തെങ്കിലും ആഭിമുഖ്യം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും ആഭിമുഖ്യത്തിന് വേണ്ടിയിട്ടല്ല, വസ്തുത പറഞ്ഞതാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകയാണ്. വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വസ്തുത അനുസരിച്ച് പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുക, എങ്ങനെയാണ് വെറുപ്പുണ്ടാക്കുക ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്ന് കരുതിയിട്ടാണ് ലവ് ജിഹാദ് ഉണ്ട് KK ശൈലജ ടീച്ചർ. എവിടെ നിന്ന് കിട്ടുന്നു ഈ വാർത്ത? അപ്പം മാതൃഭൂമി പറയുന്നത് ഞങ്ങളുടെ ഓൺലൈനിൽ അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. അപ്പം മാതൃഭൂമി ഓൺലൈനിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ പേജ് പിന്നെ എങ്ങനെയാണ് അവർ വ്യാജമായിട്ടുണ്ടാക്കുന്നത്? മാതൃഭൂമി പരാതി കൊടുക്കുന്നുണ്ട്, കൊടുക്കട്ടെ. പക്ഷേ ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും. മുമ്പൊരു വ്യാജ വാർത്ത കൊടുത്തിട്ട് മാതൃഭൂമിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അവരത് ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്തിരുന്നു, കുറിപ്പ് കൊടുത്തിരുന്നു. ഞങ്ങളല്ല, ഞങ്ങളുടെ ഓൺലൈൻ അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ ഓൺലൈൻ പേജിൻ്റെ ആ പേജ് കാണിച്ചുകൊണ്ട് തന്നെ മാതൃഭൂമിയുടേതെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ അത് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് പിന്നെ വന്നിട്ടില്ല. അവർ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടതൊരു ഈ സംഘത്തിൻ്റെ എനിക്കറിയില്ല. ഇത് എതിർ സ്ഥാനാർത്ഥിയുടെ അറിവോടെയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഓരോന്ന് വരുമ്പോഴും എതിർ സ്ഥാനാർത്ഥി ഞാനറിയില്ല എന്ന് പറയുന്നുണ്ട്. വളരെ നിഷ്കളങ്കനായി ഭാവിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിന് പകരം ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തണ്ടേ? അത് തടയണ്ടേ? ഇതാണോ രാഷ്ട്രീയ ധാർമ്മികത? അത് വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുള്ളത്, ഞാൻ ആരോഗ്യമന്ത്രിയായിട്ട് 2 മാസം കഴിയുമ്പോൾ 2016 എറണാകുളം മെഡിക്കൽ കോളേജിൽ ഷംന എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി മരണപ്പെട്ടിരുന്നു. ഷംനയാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ മകളാണ്. ഞങ്ങളുടെ നാട്ടിലാണ്, ഞങ്ങളുടെ ശിവപുരത്താണ്. ആ ശിവപുരം എന്ന് പറയുന്നത് ലീഗിൻ്റെ ശക്തി കേന്ദ്രം. അവിടെ ആകെ 2 കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ടായിരുന്നത്, അതിലൊന്ന് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി രാഷ്ട്രീയം പറഞ്ഞ് തർക്കിച്ച് പാർട്ടിക്ക് വേണ്ടി ഇടപെടുന്ന അത്യധികം ആവേശമുള്ള ഒരാളാണ്. ഞാൻ എന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ സഹപാഠി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത്. എൻ്റെ സഹപാഠിയൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കുമ്പം മമ്മൂട്ടി സ്കൂളിൽ, പക്ഷേ മമ്മൂട്ടീനെ പഠിപ്പിച്ചിട്ടില്ല, കുറച്ചും കൂടി സീനിയറാണ് അയാൾ കുട്ടികളുടെ കൂട്ടത്തിൽ. ഞാൻ താഴെ പഠിപ്പിക്കുന്ന സമയത്താണ് കുട്ടി അവിടെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വന്ന് 2 മാസമേ ആയിട്ടുള്ളൂ ആരോഗ്യമന്ത്രിയായിട്ട്. അപ്പോഴാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി ഒരു ഫിറ്റ്സ് വന്ന് അപസ്മാര ബാധയുണ്ടായിട്ട് അവിടെ വെച്ച് മരിച്ചുപോയി. അപ്പോൾ ആകെ സങ്കടമായി. മമ്മൂട്ടി എന്നോട് വിളിച്ച് പറഞ്ഞു, ടീച്ചർ, എൻ്റെ മോള് ഒറ്റയൊരു മോളാണ്, ഒരേ ഒരു മകൾ MBBS പൂർത്തിയാക്കാൻ നോക്കുമ്പോൾ ആ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളല്ല ഞാൻ. മമ്മൂട്ടി ആകെ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ കുറ്റവാളികളെ ശിക്ഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ നോക്കട്ടെ. അപ്പം തന്നെ ഞാൻ വേറൊരു അന്വേഷണത്തിന് പോലും നിൽക്കാതെ അന്വേഷിക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്തു. ഒരു ആരോഗ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടറെ അപ്പാടെ ഡിസ്മിസ് ചെയ്യാനോ പിരിച്ചുവിടാനൊന്നും ആരോഗ്യമന്ത്രിക്ക് അധികാരമില്ല. മാറ്റി നിർത്തി അന്വേഷണം നടത്തുക. മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെല്ലാം വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ കുറ്റമല്ല, പെട്ടെന്ന് അപസ്മാരം വന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചു, പിന്നെ അഡ്മിറ്റാക്കിയ റൂമിലായിരുന്നില്ല കുട്ടി, അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു. പിന്നെ എന്നാൽ അതൊന്നും ഞാൻ മുഖവിലൊക്കെ എടുത്തിട്ടില്ല. ഞാൻ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ അപ്പോൾ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ അന്വേഷണവും പ്രഖ്യാപിച്ചു, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണവും പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾ കൊടുത്തതനുസരിച്ച് പോലീസിലും കേസ് വന്നു. പോലീസ് കേസ് ഫയൽ ചെയ്യാൻ കുടുംബത്തോടും പറഞ്ഞിരുന്നു. കേസ് അന്വേഷണം നടന്നു. ഇപ്പോൾ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. സസ്പെൻഷന് വിധേയമായ ആളെ ഒരു പീരീഡ് കഴിയുമ്പോൾ തിരിച്ചെടുക്കണം, അതാണ് അവരുടെ റൈറ്റാണത്. അങ്ങനെ തിരിച്ചെടുത്തപ്പോൾ വീണ്ടും മമ്മൂട്ടിക്ക് വിഷമമായി. എന്നോട് എന്നിട്ട് പറഞ്ഞ്, ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് തിരിച്ചെടുത്തല്ലോ. അപ്പം ഞാൻ വീണ്ടും അന്വേഷണം ഒന്നും കൂടി വിപുലമായിട്ട് അന്വേഷണം നടത്തണം. അത്ര ദുഃഖകരമായ അവസ്ഥയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും അയാളെ മാറ്റി നിർത്തി. സാധാരണ പതിവുള്ളതല്ല. വീണ്ടും ആ ഡോക്ടറെ മാറ്റി നിർത്തിയിട്ട് ഒന്നുകൂടി വിശദമായിട്ട് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കൂടുതൽ വിശദമായ അന്വേഷണം, കുറച്ചും കൂടി ഉയർന്ന ടീമിനെ കൂടി നിശ്ചയിച്ചുകൊണ്ട്
അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അതുണ്ടായത്. പക്ഷേ മമ്മൂട്ടിക്ക് സഹിക്കാൻ പറ്റുന്നൊരു വിഷമമായിരുന്നില്ല. തുടക്കത്തിലൊക്കെ എൻ്റെ ടീച്ചർ എൻ്റെ കൂടിയുണ്ട്, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ശിവപുരത്തെ കൂടെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ഇമാതിരി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളതാണ്. അയാളെ എനിക്കറിയായിരുന്നില്ല. ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ഇനി ഇങ്ങനെ കരയല്ല, നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി നമുക്ക് കോടതിയിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാം, കോടതി അന്വേഷിക്കട്ടെ കേസ് എന്ന് പറഞ്ഞതാണ്. അതിന് ട്വിസ്റ്റ് ചെയ്തിട്ട് മമ്മൂട്ടിയെ വല്ലാണ്ട് പ്രകോപിച്ചു. കാരണം മകൾ മരിച്ചു നിൽക്കുന്ന അച്ഛൻ്റെ വേദനയാണ്. വല്ലാണ്ട് പ്രകോപിപ്പിച്ചിട്ട് ഒരു ബൈറ്റ് എനിക്കെതിരായിട്ട് എടുപ്പിച്ചു. ടീച്ചറോട് പറഞ്ഞിട്ട് കേട്ടില്ല, പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു, ഇനി ആ ടീച്ചറെടുത്ത് പോവുകയില്ല എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി പറയുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അതും മോർഫ് ചെയ്തുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല, പക്ഷേ മമ്മൂട്ടി പറയുന്നതായിട്ട് കാണിക്കുന്നു. ഈ വല്ലാതെ പ്രകോപനം ഉണ്ടായ സമയത്ത് സഹിക്കാൻ നമ്മളാകെ സൂത്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ആശ്വസിപ്പിക്കുക ചെയ്യുക ഒരാളെ. ഇത് അദ്ദേഹത്തെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് നിന്നു. അവസാനം ഹൃദയസ്തംഭനം കാരണം അദ്ദേഹം മരിച്ചു. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇതിൽ എൻ്റെ ഭാഗത്ത് എന്താ തെറ്റുണ്ടായത്? ഞാൻ ആരോഗ്യമന്ത്രിയായി 2 മാസം കഴിയുമ്പോഴാണ് UDF ഈ ആശുപത്രി, എറണാകുളം ആശുപത്രി സഹകരണ മേഖലയിൽ നിന്ന് 2013 ഏറ്റെടുക്കുന്നത്. 2013 ഏറ്റെടുത്ത ആശുപത്രി 2016 ഞാൻ വരുമ്പോൾ കാര്യമായ ഒരു സൗകര്യവും അവിടെയില്ല. ഷംനയുടെ ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ മരിച്ചപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഞാനവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ഹോസ്പിറ്റലിന് അടിയന്തരമായി വാങ്ങേണ്ടുന്ന കുറേ ഉപകരണങ്ങൾ അവിടെ വെച്ച് ഞാൻ 1.5 കോടി രൂപ ഹോസ്പിറ്റലിന് പ്രഖ്യാപിച്ചു. ഉപകരണങ്ങൾ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ആ ഉപകരണങ്ങൾ അവിടെ എത്തി. ഇന്ന് 450 കോടി രൂപ ഞാൻ ആരോഗ്യമന്ത്രിയായപ്പോൾ ആശുപത്രിക്ക് വേണ്ടിയിട്ട് വകയിരുത്തി. എന്നിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൂറ്റൻ ആശുപത്രിയുടെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ എല്ലാ പരിഷ്കാരങ്ങളും ഉണ്ടാക്കി. കോവിഡ് കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും സ്തുത്യർഹമായി സേവനം നടത്തിയ ആശുപത്രിയായിട്ട് ആ ആശുപത്രിയെ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് വന്നൊരു കുടുംബം അവിടെ അഡ്മിറ്റായപ്പോൾ അവരോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണോ, എംബസി മുഖാന്തരം ഒരു വിളി വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, അവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പോയിക്കോട്ടെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു പ്രൈവസി കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടർമാരോട് പറഞ്ഞു, ബ്രയാൻ എന്ന് പറയുന്ന ഇറ്റലിക്കാരൻ. അപ്പോൾ ബ്രയാൻ പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ വളരെ കംഫർട്ടബിളാണ്, ഞങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ മതി എന്നാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ ഓൺലൈനിൽ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി, എനിക്ക് മിനിസ്റ്റർ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ നേരിട്ട് അഭിനന്ദിച്ചിട്ടാണ് പോയത്. കാരണം അവിടെ അത്രയും ചെയ്തു. 2 മാസം ആകുന്ന സമയത്ത് സംഭവിച്ചൊരു പ്രശ്നത്തിൽ എനിക്കെടുക്കാൻ കഴിയുന്ന എല്ലാ നടപടി എടുത്തിട്ടും എന്നെ ക്രൂശിക്കാൻ വേണ്ടി, എന്താ കേൾക്കുന്ന വോട്ടർമാർക്ക് മനസ്സിലാവില്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് കരുതേച്ച് കാണിക്കുക? ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉള്ള സ്നേഹം എനിക്കറിയാം. എന്നോട് ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് സ്നേഹമുണ്ട്. കാരണം എൻ്റെ വലിയ പത്രാസ് കൊണ്ടല്ല, ഞാൻ ആപത്ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, എൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത് തേച്ച് മായ്ച്ച് കളയാൻ എങ്ങനെയാണ് കഴിയുക എന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കിയതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനതിൽ പ്രതികരിച്ചു. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല, ഞങ്ങളെ കണ്ടോളി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് നടക്കുന്നത് തൊഴിലുറപ്പിനെ പരിഹസിക്കലാണ്. തൊഴിലുറപ്പെന്ന് പറയുന്ന വൃത്തികെട്ട പണിക്ക് പോകുന്ന പെണ്ണുങ്ങളല്ല എന്ന ഒരു ടോണിലാണല്ലോ പറഞ്ഞത്. അതെന്തോ എനിക്കിഷ്ടമായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കണം, അത് സ്ഥാനാർത്ഥിയുടെ പേജ് തന്നെ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ? KK ശൈലജ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇത്ര വ്യാജമായിട്ട് ഇത്ര പച്ച നുണ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് എന്താ കൊമ്പുണ്ടോ? KK ശൈലജ, ഈ വാചകം എൻ്റെ നാക്കുന്ന എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരുപാട് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കെതിരായിട്ട് UDFൻ്റെ പ്രമുഖരായ നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട്. AD മുസ്തഫ സാറിനെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. MP കൃഷ്ണനാർക്കെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കള്ളം പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി. ഇപ്പോൾ വാട്സാപ്പ് പേജൊക്കെ ഇപ്പോഴാണ് നവമാധ്യമ പേജ് വന്നത് നമുക്ക് പറയാം. ഇങ്ങനെ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം ബൂമറാങ്ങായിട്ട് വരുവുള്ളൂ അവർക്ക്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വോട്ടർമാരുണ്ട് ഇവിടെ. എനിക്കുറപ്പാണ് കോൺഗ്രസ്സിനകത്തുള്ള UDFിനകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല. ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ വിഷമിക്കണ്ട, ഞങ്ങൾക്കൊക്കെ അതിലെതിരെ അഭിപ്രായമുണ്ട്, ഇത് ഏത് ഗ്യാങ്ങാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇനി മുസ്ലിം ലീഗിനകത്ത് എന്താ
മാന്യമായിട്ട് ഇടപെടുന്ന പെരുമാറുന്ന ആളുകളില്ലേ? ഇതെവിടെ നിന്ന് കൊണ്ടുവന്നു ഈ സംഘത്തെ? എവിടുന്നോ കൊണ്ടുവന്നവരാണ്. വടകരക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആരെങ്കിലും ഉണ്ടാവാം വടകരയിലുള്ളവരും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. എവിടുന്നോ കൊണ്ടുവന്ന ഒരു സംഘം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വ്യാമോഹമാണിത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ കുറേ കരുതേച്ചാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാറ്റി ചെയ്യുന്നുള്ളത്. കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇട്ടാൽ ആ കുടുംബത്തിൽ എന്നെ അറിയുന്നവരില്ലേ? അവർ പറയില്ലേ ഞങ്ങളുടെ ശൈലജ ടീച്ചർ ഇങ്ങനെയല്ല എന്നുള്ളത്, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും. അതുകൊണ്ട് അത് ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ എനിക്ക് അത് പറയാതിരിക്കാം. ഞാൻ ഇത്ര ആൾ ക്ഷമിച്ചു. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു മതി, അതങ്ങോട്ട് പോവാൻ നോക്കാം, നമുക്ക് 1-2 ഇട്ടിട്ട് അങ്ങ് പോവാൻ നോക്കാം. പക്ഷെ 1-2 മരണവെപ്രാളം കാണിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം തിരഞ്ഞെടുപ്പിന് 5-8 ദിവസമേ ഉള്ളൂ. ഇനി എന്ത് വെപ്രാളം കാണിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുതരം വെപ്രാളം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടങ്ങൂ എന്ന മട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ പോലും പേജിൽ, അതാണ് മാതൃഭൂമിയുടെ പേജ് ക്രിയേറ്റ് ചെയ്തത്. ഇനി മാതൃഭൂമിയുടെ ഒറിജിനൽ പേജാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ പേജിൽ ഞങ്ങളുടെ അനുഭവത്തോടെ കൊടുത്തതാണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ വർത്തമാനമില്ല. കേട്ടില്ലേ? മാതൃഭൂമിയുടെ അതിൻ്റെ ഓണേഴ്സിനൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അയ്യോ ടീച്ചർ ഞങ്ങളങ്ങനെ കൊടുക്കുമോ എന്ന് പറഞ്ഞ് ഒരു തവണ അവർ നിഷേധക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു മാതൃഭൂമി. ഇതാണ് വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ഏത് പാർട്ടിയിലോ പെട്ടവരാകട്ടെ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാം. ഈ നുണപ്രചരണത്തിൽ വിശ്വസിക്കരുത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാൻ ദയവുണ്ടാകണം. പറഞ്ഞതൊന്നും മനസ്സാ വാചാ കർമ്മണ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, കൊടും കുറ്റകൃത്യങ്ങളാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്കും വരണാധികാരിക്കും പരാതി നേരത്തെ എല്ലാം ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്ന ഈ 2-3 കാര്യങ്ങൾ അതിൽ ഇപ്പോൾ പരാതി തയ്യാറാക്കിയിട്ട് ഇന്ന് കൊടുക്കുകയാണ്. വരണാധികാരി ശ്രദ്ധിക്കണം ഈ കാര്യം, അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒരു ഭൂഷണമല്ലാത്ത വളരെ തരംതാണ നടപടിയായിപ്പോയി. ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവരുടെ രീതി. അത് അവർക്ക് ഗുണഫലമാണെങ്കിൽ ആവട്ടെ എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സാധാരണയായിട്ട് പോലീസ് കേസ് വരുമ്പം അതിൻ്റെ ഒരു നടപടിക്രമമുണ്ടല്ലോ, അവരുടെ അന്വേഷണവും കാര്യമായിട്ട്. അങ്ങനെയാണല്ലോ ഒരു സാവകാശത്തിൽ അങ്ങനെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല വരണാധികാരിയും ഇലക്ഷൻ കമ്മീഷനും ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് ഒരു എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന് ഇലക്ഷൻ മാനുവലിലുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായിട്ടൊരു പേജിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ, അതും ഫേക്കാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വടകര KL18 അല്ലേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. വേറെ എന്തെല്ലോ പേരുള്ള. പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ശുദ്ധ തെറി എഴുതുക, കേട്ടാലറക്കുന്ന തെറി. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം, അതിനൊന്നും വിരോധമില്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ കേട്ടാലറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക എവിടുന്നോ. പിന്നെ ഞാനിതിലൊന്നും അതിശയപ്പെടുന്നില്ല കേട്ടോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇതേ ഉണ്ടാവുള്ളൂ ഇവരിൽ നിന്നുള്ളത്. പക്ഷെ അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. സ്ഥാനാർത്ഥിയുടെ കൂടെ വന്നതോ കൂടെ ഉള്ളതോ അവരുടെ ടീമാണ്. സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു സൈബർ സംഘമാണ്. സൈബർ ഇടത്തെ ക്രിമിനൽ വൽക്കരിക്കുന്ന ഒരു സംഘം. ആ സംഘത്തെയാണ് ഇവിടെ ഇറക്കുമതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഇവിടുത്തെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം സ്വന്തം സംഘടനക്കകത്ത് വ്യാജ ID ഉണ്ടാക്കി പ്രസിഡൻ്റായ ആളാണെന്ന് ആ സംഘടനക്കകത്ത് തന്നെ ഗുരുതരായ ആരോപണവും പോലീസ് കേസന്വേഷണവും നിലനിൽക്കുകയാണ്. അതൊക്കെ അതിനകത്തുള്ള ചെറുപ്പക്കാർ തന്നെ പറയുന്നുണ്ടാവും. ഒന്നും ഞാനിവിടെ പാർട്ടി പറയണ്ടല്ലോ. അങ്ങനെ അഭിപ്രായം അതിനകത്ത് തന്നെ ഉണ്ട്. അത് എനിക്കെതിരെ പ്രയോഗിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ സംഘടനക്കകത്ത് അവരെന്തോ ചെയ്യട്ടെ, അവർ പ്രതിഷേധിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചൊരു സ്ഥാനാർത്ഥിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു അന്തസ്സിലാണല്ലോ പെരുമാറുക. അങ്ങനെ പ്രതീക്ഷിച്ചത് തെറ്റി. ഞാൻ ആദ്യം വിചാരിച്ചത് തന്നെ ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. അതെ, ഇതിൽ കുറേ എണ്ണം ഇപ്പം അടുത്ത് വന്നതാണല്ലോ. അത് ഒന്ന് കാന്തപുരത്തിൻ്റെ പേജ് ഉണ്ടാക്കി അവരോട് അന്വേഷിച്ചു. അവരല്ല, അവരുടെ ലെറ്റർ പാഡിൽ അവർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ. അവരും അത് നിഷേധിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അവരുടെ പേജ്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അവരുടെ ലെറ്റർ പാഡ് കൊടുത്തതാണോ. അങ്ങനെ കൊടുക്കില്ല അവിടെ നിന്ന് എനിക്കറിയാം. കാരണം അവരെല്ലാം വളരെ നിഷ്പക്ഷമായിട്ട് പിന്നെ ആണ് ഇതുവരെ പറയുന്നത് കേട്ടത്. ഏതെങ്കിലും ഒരു ഭാഗത്തിന് ചാഞ്ഞ് പറയുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. ആത്മീയ കാര്യങ്ങൾ മാത്രം പിന്നെ സംസാരിക്കുന്ന ഒരു ശീലമാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ അത് വ്യാജ പേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ നൗഫൽ കൊട്ടിയം, പിന്നെ അതുപോലെ ലവ് ജിഹാദ്, പിന്നെ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഇപ്പം വന്നിട്ടുള്ള പ്രചരണം, മാതൃഭൂമി ഓൺലൈൻ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരി കലക്ടർക്കും ഇത് കൊടുക്കുന്നതിലുപരി ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത് എൻ്റെ പ്രിയ സഹോദരന്മാർ, വടകര പാർലമെൻറ്റ് മണ്ഡലം, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, നിങ്ങളെന്നെ പൊളിറ്റിക്കലായിട്ട് വിമർശിച്ചോ, ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ശരിയല്ലെന്നോ എൻ്റെ പ്രവർത്തനം ശരിയല്ലോ നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ അത് ഈ കുടുംബ സദസ്സിലേക്ക് നിങ്ങൾ അയച്ചാൽ അത് ദയവ് ചെയ്ത് എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, പാർലമെൻറ്റിൽ ശബ്ദമുയർത്താൻ ഇടതുപക്ഷം അവിടെ പോകണം. ഇന്ത്യയുടെ ജനാധിപത്യം തകരുമ്പോൾ ശക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷം അവിടെ ചെല്ലണം. ഞാൻ പോയാൽ അതാ ചെയ്യാം. പിന്നെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവിടെ ഇടതുപക്ഷം ഉണ്ടാകണം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം, ഇന്നലെ വികസന സെമിനാർ നടത്തി ഇവിടെ, അതിനകത്ത് വന്ന ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഞാൻ MP ആയാൽ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി, എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും അത്തരം പ്രോജക്റ്റുകൾ കിട്ടാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തും. ഞാനത് ചെയ്യും. കാരണം ഞാൻ MLA ആയപ്പോഴും മന്ത്രി ആയപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ്. ഞാനാണ് ഏറ്റവും ശരി, എല്ലാം ചെയ്തത് ഞാനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാനൊരു MP ആയാലും ചെയ്യും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക, ജീവിതത്തിൽ അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവർ. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം. അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത്. എന്തോ ഒരു വിറളി പിടിച്ചിട്ടാണ്, എനിക്കറിയില്ല. സത്യസന്ധമായി പ്രവർത്തിക്കും നിങ്ങൾ. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോഴല്ലേ ഫലം വരുള്ളൂ. ഞങ്ങൾ സർവേയിൽ മാത്രം അഭിരമിച്ചിട്ടാണോ ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യം ജനങ്ങളിൽ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നു. യോഗങ്ങൾ നടത്തുന്നു, വ്യക്തികളെ സന്ദർശിക്കുന്നു. അതാണ് ഇലക്ഷൻ്റെ രീതി. ഞങ്ങളല്ലാണ്ട് ഈ സർവേയിലുള്ളതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ ജയിക്കും, അത് ഉറപ്പാണ്. എനിക്ക് ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ജനങ്ങളുടെ പൾസ് അതെനിക്ക് വളരെ അനുകൂലമാണെന്നാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ജയിപ്പിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഞാൻ അതേ വാഗ്ദാനം കൊടുക്കുന്നുള്ളൂ. ഞാൻ വടകരയുടെ MP ആയാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതെല്ലാം ചെയ്യാൻ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ ചർച്ചകളിലും എല്ലാവരെയും വിളിക്കും. ഞങ്ങൾ കൂട്ടായിട്ടാണ് തീരുമാനം എടുക്കുക. ഏതറ്റം വരെ ഒരു MPയുടെ സാധ്യതയുണ്ടോ അത് വടകരയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഞാൻ ഉണ്ടാകും. ജനങ്ങളുടെ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ അവരോടൊപ്പം ഞാൻ ഉണ്ടാവും. അത് വിശ്വസിക്കുന്നവരെനിക്ക് വോട്ട് ചെയ്യും. അല്ലാതെ സർവേയിൽ കണ്ടുകൊണ്ട് മാത്രം ഞാൻ ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഇലക്ഷൻ അല്ലേ, ഇനി 5-8 ദിവസം ഇലക്ഷൻ ഉള്ളത്. നമ്മൾ അവർക്കെതിരെ എന്ത് സമരം ചെയ്യാൻ? ആർക്കെതിരെ സമരം ചെയ്യാൻ? ഈ ഒരു ഗൂഢസംഘത്തിനെതിരായിട്ടോ? സമരം ചെയ്യുന്ന നമുക്കുമില്ല ഒരു അന്തസ്സ്. അവർക്കെതിരെ ഒരു സമരമോ? അവരാരാ അങ്ങനെ സമരം ചെയ്യാൻ? എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് മാത്രമാണ്. ഇത് ശരിയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താ അതിൽ? മിഥില, സാധാരണ പ്രയോഗിക്കുന്ന ക്രിമി ലെയർ എന്നൊരു പദമുണ്ടല്ലോ സമൂഹത്തിൽ, അത് ചീത്തവാക്കാ?
ഒരു സാമ്പത്തിക സംജ്ഞയത്. അതായത് ഈ തൊഴിലുറപ്പ് പാടുപെട്ട് വെയിലത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുടെ മനോവേദന മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ മുദ്രാവാക്യം വിളിച്ചതിലധികവും ഒരു വെണ്ണപ്പാളി സംഘമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ചീത്തവാക്ക. ക്രിമിലെയറാണ്. ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംഘത്തിനെ തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല എന്ന് പരിഹസിക്കാൻ പറ്റുള്ളൂ. വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീകളെ, അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അവരെ ഇത് ഞങ്ങൾ തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല, ഞങ്ങളെ കണ്ടോളി എന്ന് പറയാൻ അതൊരു ഫ്യൂഡൽ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടേ കഴിയുള്ളൂ. അതിൽ ക്രിമിലെയറായിട്ടുള്ള ആളുകളാണ് അങ്ങനെ പറഞ്ഞത്. പാവപ്പെട്ട സ്ത്രീകൾ, തൊഴിലെടുക്കുന്ന സ്ത്രീകളല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്നിനെ ബാലൻസ് ചെയ്യാൻ ഇല്ലാത്ത എന്തെങ്കിലും പറയല. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.